പാസ്പോർട്ട് ബാഗിലൊക്കെ ആയിരുന്നു. 5th floor. തായ്ലൻഡിലെത്തി. ഞാൻ പറഞ്ഞത് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ പറയാം. ഓക്കെ, നമ്മളിപ്പോ തായ്ലാൻഡിലെത്തി. നമ്മുടെ റൂമാണ്. റൂം ഇറ്റ്സ് ഗുഡ്. ഇതാണ് നമ്മുടെ റൂം. നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടുന്ന്. ശരിക്കും ഇവിടെ ഫുള്ള് ഫോറിനേഴ്സാണ്. അതൊന്ന് കയറി നോക്കാട്ടോ. എന്നിട്ടാണ് വന്ന വഴിക്ക് ഫുള്ളി 7-Eleven സൂപ്പർ മാർക്കറ്റ്സ് ആയിരുന്നു. നമ്മൾ ഇന്നലെ എയർപോർട്ടിൽ നിന്ന് ഇവിടെ വരെ ഏകദേശം 3 മണിക്കൂർ 2-3 നമ്മുടെ റിസോർട്ടും എയർപോർട്ടും തമ്മിൽ ഏകദേശം 3 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. 200 kilometers. ഇന്നലെ രാത്രി 2 മണിക്ക് എത്തി, കിടന്നുറങ്ങി. ഇപ്പോൾ 7 മണിക്ക് എഴുന്നേറ്റു. 10 വരെ ഫുഡുണ്ട്. പിന്നെ വേറൊരു വിഷമിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്നത്തെ ട്രിപ്പ് ക്യാൻസലായി. ഇന്ന് 7 Island ക്രൂസ് ട്രിപ്പ് ആയിരുന്നു, അത് ക്യാൻസലായി. സോ ഷിപ്പും ക്രൂസ് ഷിപ്പൊക്കെ പോവാന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പോഴേ തോന്നി. അപ്പൊ നമ്മൾ വേറെ എവിടെയെങ്കിലും കറങ്ങാൻ ഇറങ്ങാണ്. അവര് വിളിക്കണവര്. ഇവിടെ അടുത്ത് ബീച്ചാണ്. സോ ബീച്ച് പോയി നോക്കാന്ന് വെച്ചു. ആദ്യം ഫുഡ് അടി അങ്ങനെ പോകും. ഹാമാണ് നമ്മൾ 2 പേരും ഓരോന്നെടുത്തുണ്ട്. എടുത്തുണ്ട്. കണ്ടിട്ട് അടിപൊളിയായിരിക്കും. ഇനി ഇത് ഓപ്പൺ ചെയ്ത് കാഷ്യൂനട്ട്. ഇത് ചിക്കൻ കറി കഴിച്ചിട്ടുണ്ട്. ഇത് എഗ് ഫ്രൈഡ് റൈസ്. എങ്ങനെയുണ്ട്? നല്ല, പക്ഷെ ഭയങ്കര എന്താ പറയാ, റോ മാതിരി. നമുക്ക് ചിലപ്പോൾ മസാല ഇഷ്ടപ്പെടില്ല. ഫിഷ് ഉണ്ടാകും. സ്പൈസിയാണ്. ആണോ? എക്സ്പ്രഷൻ ഭയങ്കര ഇതാണ്. ഞാൻ ആ മുകളിൽ സ്പൈസി എടുത്തിട്ടതാണ്. നമ്മുടെ ഇവിടെ ഇപ്പോഴത്തെ പൂളാണ്. നമുക്ക് വൈകുന്നേരം കുളിക്കാം. ചോറിസിന് ടേസ്റ്റ് പോർക്കിനെ ശരിക്കും ഹാമറിന്റെ പോർക്കാണ്. ഇനി ഇതേക്കാം ചിക്കൻ. ആ കുഴപ്പമില്ല, ഇങ്ങനെ കാണണം എന്ന പോലെ എന്തെങ്കിലും കുഴപ്പമില്ല. സബ്വേയുടെ ഏശാണ് പറഞ്ഞത് ജസ്റ്റ് ടോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ചിക്കൻ്റെ ക്യാരറ്റ് നല്ലതാ. ചിക്കനല്ല വേറെ ടേസ്റ്റ്. നല്ല ക്യാപ്സിക്കൻ്റെ ജോളാണോ? അല്ല, മഷ്റൂമാ. മഷ്റൂം അല്ല, ഇത് ട്രഡീഷണൽ എഗ് ഡിസേർട്ട്. ക്രോയിസൻ്റ് ബനാന കേക്ക്. മോളിൽ ഇത് ബനാന കേക്ക്. മതി ഒരെണ്ണം മതി. ടേസ്റ്റ് നോക്കണം. ഓക്കെ, അതൊരെണ്ണം ഫ്രഞ്ച് ടോസ്റ്റ്. അത് വിളിക്കുന്നു ഫ്രഞ്ച് ടോസ്റ്റ്. എനിക്ക് വീട്ടിൽ വെറുതെ എന്താ പറയാ, മറ്റോണ്ടെടുക്കാനേ എനിക്കറിയുള്ളൂ. കൈ കൊണ്ട് ഞാൻ തിരിച്ചു തരാം. തരാം കേട്ടോ. കുറച്ച് കട്ട് ചെയ്യാന്ന്. സൂപ്പറായിട്ട്
ആ ചാവും കിട്ടും. ഐ ലവ് ചാവ്സ്. ക്രീമി അൺസോൾട്ടഡ് ബട്ടർ. സോൾട്ടഡ് ബട്ടർ ഉള്ളു. ഇത് സോൾട്ടഡ്. Can you eat brownies. How is that? നല്ല പാൻകേക്ക് കഴിച്ചോളൂ. പാൻകേക്ക് കാണാൻ നല്ല രസമുണ്ടല്ലേ. നല്ല രസം. സ്പൂണില്ലാത്ത ബിറ്റ ഇന്ത്യൻ മാതൃകയായി. അതിൻ്റെ ഭാഷ പാൻകേക്ക് കുഴപ്പമില്ല. പാൻകേക്കാണ് കൈൻഡ് ഓഫ് ഗുഡ്. ചീസ് ബട്ടർ അല്ലേ? ബട്ടറും ഭയങ്കര ഇതാ നല്ല. ഇന്നലെ കഴിച്ച് ട്രൈ ചെയ്തു. ഇന്നലെ കഴിച്ച് ട്രൈ ചെയ്തു. നല്ലതാണ്. പക്ഷേ കുഴപ്പമില്ല. കഴിക്കുന്ന അതാണ് ഞാൻ ബട്ടർ കഴിക്കാൻ പറഞ്ഞത്. ഡേറ്റയ്ക്ക് ഇഷ്ടമായോ? എല്ലാം ഇഷ്ടമായി. ഈ സാധനം മാത്രം ഇഷ്ടമില്ല. എനിക്ക് വേണോ? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഇത് നമ്മുടെ റിസോർട്ടിൽ നിന്നുള്ള വ്യൂ ആണ്. ഇത് വേറെ റിസോർട്ടാണ്. നമ്മുടെ റിസോർട്ടിൽ നിന്നുള്ള വിൻഡോ വ്യൂ ആണ്. മല നല്ല രസമുണ്ടല്ലോ. പിന്നെ വീണ്ടും നമ്മൾ ചതിക്കപ്പെട്ടു ഗൈസ്. മഴ. പക്ഷെ കൊട ഞാൻ കൊണ്ടുണ്ടായി. ഞാൻ ബുദ്ധിമാൻ. ഇത് ഇവിടുത്തെ നമ്മളെ കഞ്ചാവ്. മമ്മി കേക്കട്ടെ. 80 ബാത്ത് അറിയില്ല കാശ്. താഴെ ബ്രൗണീസ് കുക്കീസിനാണ്. ബഡ് എടി അതിന്റെ ഇടയിൽ നമ്മൾ മറ്റേ സിനിമയിലാണല്ലോ അതിന്റെ ഇടയിൽ ഫോട്ടോ ആ കാണാൻ. നമ്മള് മന്തി ചെരുപ്പെടുക്കാൻ പറഞ്ഞ നമ്മളങ്ങനെ ബീച്ച് എത്തി. പക്ഷെ ഈ ബീച്ച് കുളിക്കാൻ പറ്റില്ല. അവിടെ ബ്ലൂ വാട്ടറും ഇവിടെ ചെറിയ വെള്ളം അല്ലേ. ചിലപ്പോൾ മഴ പെയ്തതിൻ്റെ ഇരിക്കും. ഇവിടെ വണ്ടി ബൈക്ക് റെന്റ് എടുക്കാനായിട്ട് 200 ബാത്ത്. അതായത് നാട്ടിൽ 500 രൂപ ഉള്ളൂ ഒരു ദിവസം അല്ലേ. നോ ഹെൽമെറ്റ് നത്തിങ്. കണ്ട സായിപ്പം അതാണ് സണ്ടിട്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ അടിപൊളിയാണ്. പക്ഷെ ഇതില് മറ്റേ ഫോഗുള്ള കാരണം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തതാ. അല്ലെങ്കിൽ ഹെവി സ്പോട്ടാണ്. നാളെ ഇവിടെ ഇല്ലേ? നാളെ രാവിലെ വരാം അല്ലേ. നെറ്റിക്ക് എന്താ ഇഷ്ടപ്പെട്ടാ? ഞങ്ങളിപ്പോ ബൈക്ക് റെന്റിന് എടുത്താലോ എന്ന് വിചാരിച്ച് നടക്കാണ് ബീച്ചിന്റെ സൈഡിൽ കൂടെ. ഇങ്ങനെ ഇപ്പൊ തന്നെ ഒരു ഗുജറാത്തുകാരനെ കണ്ടു. ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ വരുന്നതെന്ന് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ട്. അവര് സൂറത്തിനായിരുന്നു. അതുകൊണ്ട് നമ്മൾ സംസാരിച്ചു. അവരുടെ ട്രിപ്പും ക്യാൻസൽ ആയി കാണും ഇന്നത്തെ മഴ കാരണം. പാക്കേജിന് വന്നോരാ. നമ്മ 7 ഐലൻഡ്, അവര് 4 ഐലൻഡിന്റെ ട്രിപ്പായിരുന്നു. ഇതേ ഒരു എനിക്ക് ബിക്കിനി കാണിച്ചേനില്ലേ? കഞ്ചാവ് വേണോടി. റൂട്ട് മാപ്പ് നമ്മളെവിടെയാന്നറിയാം. നമ്മൾ ഇവിടെ ഉണ്ടാവുന്നു. ഇവിടെ ഔനാങ് ബീച്ച്. ഇപ്പൊ നമ്മളിവിടെ നമ്മുടെ റൂം ഇവിടെയാണോ? ഇവിടെ നമ്മുടെ റൂം. എവിടേക്ക് നമ്മൾ ഓടണ്ട? ഒന്നെങ്കിൽ അങ്ങോട്ടേക്ക് ഓടാ, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഓടാ. ഹോസ്പിറ്റൽ. ആഗ്രഹപ്രകാരം നമ്മൾ 7-Eleven കയറി. ഒരു കുപ്പി വെള്ളത്തിന് 9 ബാത്ത്. 7-Eleven സൂപ്പർ മാർക്കറ്റ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് എന്തിനാന്ന് നോക്കാന്ന് വെച്ച് കയറി. നമുക്ക് കുപ്പിയുടെ റേറ്റ് നോക്കാം. കുപ്പി കാണിച്ചു 9. കാരണം എനിക്ക് വെള്ളം വീക്ക്നെസ് ആണ്. ക്യാൻസൽ. കുപ്പി എവിടെ ഇരിക്കണേ? ഇതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ്
കഞ്ചാവ് ഇതില് നോ ടൊബാക്കോ റൈറ്റ് നോ ടൊബാക്കോ just one for 250 baht. ഡയറക്റ്റ് വലിക്കാം. How much for cookie? 200 baht. It's enough? Like enough. I can't tell it. Mushroom, not photo or mushroom. അയ്യോ ചടിയ എങ്ങനെയുണ്ട്? അതല്ല എന്തല്ല നമ്മുടെ നാട്ടിലെ ഇത് ഇങ്ങനെ വെക്കാൻ പാടില്ല. ഇവിടെ ആണെങ്കിൽ ഭംഗിയിൽ കട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഡിറ്റക്റ്റ് അഭിനയിക്കുന്നുണ്ടായിരുന്നു എന്റെ നമ്മള് തള്ളി പോക്കറ്റിലുണ്ട്. നമ്മള് തള്ളി അല്ലെങ്കിൽ രാത്രി വന്ന് വാങ്ങിക്കാൻ തന്നിട്ടുണ്ട്. ആ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ട്രിപ്പ് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ പറ്റിച്ചു. ഇഷ്ടപ്പെട്ടില്ലേ കഞ്ചാവ് ടൂറ്? ആ അവിടെ മാജിക് മഷ്റൂം ഉണ്ടായിരുന്നു, അത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ചോദിച്ചു സെയിലില്ലാന്ന് ചോദിച്ചോ ഞാൻ. ആ പക്ഷെ ഞാൻ എടുത്ത് മണ്ടൻ. അതാണ് എന്റെ കഴിവ്. നീയാണെങ്കിൽ പറയും അയ്യോ അയ്യോ എടുത്ത് വെക്കുക, അവരെന്തോ പറയും അങ്ങനെ പറയും. Tiger Cave Temple, Emerald Pool, and the hot spring. Elephant packing. In the evening, you go to Noprat Harabi, Aonang Night Market. ബൈക്ക് എടുത്തു ഗൈസ്. നമ്മള് ബൈക്ക് എടുത്തു. ഇവിടെ നിന്നാണ് ബൈക്ക് എടുത്തത്. 200 ബാത്താണ് ഒരു ദിവസത്തേക്ക്. പിന്നെ 3000 ഡെപ്പോസിറ്റ്. 3000 അല്ലെങ്കിൽ പാസ്പോർട്ടാണ് ഡെപ്പോസിറ്റ്. അപ്പോൾ നമ്മളെ 3000 ഡെപ്പോസിറ്റ് ചെയ്തു. 3000 ബാത്ത്. നമ്മ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് ഹോട്ട് സ്പ്രിങ്ങിക്ക് പോവാണ്. ഈ ഏരിയ ഫുള്ള് ഈ മലയുടെയാണ് വ്യൂ. നല്ല ബ്യൂട്ടിഫുൾ മല. ഹായ്. ഇവിടുത്തെ എന്താണെന്ന് അറിയുന്നവർ കമന്റ് ചെയ്യും. കണ്ട് പേടിച്ചു. ലൈറ്റ് ഇല്ലാത്തോണ്ട് നമുക്കിത് എന്താന്ന് മനസ്സിലാവണ്ടായില്ല. മലയാണോ ഒന്ന് ക്ലിയർ അല്ലായിരുന്നു. ഇപ്പൊ കാണുമ്പോ നല്ല ഭംഗിയുണ്ട്. രാത്രി കാണുമ്പോ ഞാൻ പേടിച്ചു. മഴയൊക്കെ നിന്ന് ഒരു വേദനാണ്. നൈസ് സ്ഥലല്ലേ? ഫുള്ള് മലയാണ്. ഫുള്ള് റബ്ബറാണ്. റബ്ബർ തോട്ടം. റബ്ബർ തോട്ടം. റബ്ബർ തോട്ടം നമ്മുടെ നാട്ടിലത്തെ അതേ റബ്ബർ. തായ്ലൻഡിന് റബ്ബർ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോ വില കുറഞ്ഞു. ഓക്കെ ഓക്കെ. അതിനപ്പുറത്ത് എന്തോ ഉണ്ട്, പൈനാപ്പിള്. നട്ടായിരിക്കും നമ്മുടെ നാട്ടിൽ പോലെ പൈനാപ്പിൾ കൃഷി. കണ്ട ഇത് ഇന്നലത്തെ വെള്ളപ്പൊക്കാന്ന് തോന്നുന്നു. നല്ല കലങ്ങിയ വെള്ളം. ഇത് ഇവിടൊക്കെ വെള്ളമുണ്ട്. ഇത് അവിടെയൊക്കെ വെള്ള. കുളിച്ചാ നനഞ്ഞ മഴത്ത് നനഞ്ഞ? ഞാൻ കുളിച്ചു. ഷർട്ടൊക്കെ നനഞ്ഞു. പക്ഷെ ഇതിൽ താഴ്ത്തൊന്നും അറിയണില്ല. പക്ഷെ ഫുൾ നനഞ്ഞിരിക്കാണ്. പാൻറ്റൊക്കെ ഫുൾ നനഞ്ഞു. തേനീച്ചയുടെ ഒരു അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഇത് തേനീച്ചയുടെ അമ്പലമാണ്. പക്ഷെ നൈസ്. തേനീച്ച ഇത് താമരയാണോ പൂവിൻ്റെ ആണോ?
ഇതാണ് ഞങ്ങളുടെ ബൈക്ക്. ഇത് തേനീച്ചയുടെ അമ്പലമാണ്, അടച്ചിട്ടേക്കാണ്. ഇത് നൈസ്. ഡിറ്റ സൗന്ദര്യം നോക്കുന്നു. ഇത് നമ്മുടെ വാട്ടർ ബാത്ത്, ഹോട്ട് വാട്ടർ സ്പ്രിങ് ആണ്. ഹോട്ട് വാട്ടർ സ്പ്രിങ് ആണ് ഇവിടുത്തെ. ഇതാണ് ഹോട്ട് സ്പ്രിങ് വാട്ടർഫോൾ ആണ്. ഇവിടുത്തെ റേറ്റ് 200 ബാത്താണ്. അതായത് നാട്ടിൽ ഒരു 500 രൂപ അല്ലേ, 500 രൂപ വരും, 1000 റുപ്പീസ് വരും. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട്. ഇത് ഞാനൊരു ഇംഗ്ലീഷുകാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു മസ്റ്റ് വിസിറ്റ് ആണ്, അടിപൊളിയാന്നൊക്കെ പറഞ്ഞു. അവരൊക്കെ കുളിച്ചിട്ടാണ് വന്നത്. നമ്മൾ കുളിക്കാനൊരു സാധനം എടുത്തിട്ടില്ല, അതുകൊണ്ട് സൂപ്പറായിരിക്കും.